ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബർദുബായ് ശ്രീകൃഷ്ണ ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഇവിടേക്ക് ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. അതായത് ഞാൻ UAE വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പോയത് ഈ അടുത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ എനിക്ക് തോന്നുന്നൊരു 2-3 വർഷം മുന്നേ 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ ടൈമിലൊക്കെയാണ് ഞാൻ സ്ഥിരം അന്ന് റൂമിൻ്റെ അടുത്തായിരുന്നു. ദുബായിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ റൂമിൻ്റെ അടുത്ത് ഒരു അബ്ര അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ളത് ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് അമ്പലം, ഇപ്പുറത്ത് പള്ളി, അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ സ്ക്രീൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ സ്ഥിരം വന്നിരുന്നൊരു അമ്പലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷാർജയിലോട്ട് മാറിയതിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള വരവൊക്കെ വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമേ ഉള്ളൂ. മുന്നേ ഇവിടെ ശിവൻ്റെയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തത്തിൽ ഇവിടെ നിന്ന് ആ ഒരു സെക്ഷൻ മുഴുവനായിട്ട് എടുത്ത് ജബലലിയിലോട്ട് മാറ്റി. ജബലലിയിൽ പുതിയ അമ്പലം, വലിയ അമ്പലം വന്നപ്പോൾ അവിടത്തേക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അമ്പലം കേട്ടോ. ഞാനിവിടെ വന്ന സമയത്തൊക്കെ നമ്മുടെ അമ്പലം എന്ന് കേട്ടിട്ട് ഞാനിവിടെ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഒരു ഇതേ അല്ല. അതായത് നമുക്ക് അമ്പലത്തിൽ വന്നു എന്നുള്ളൊരു ഫീലൊന്നും എനിക്ക് ഉണ്ടാവാറില്ലായിരുന്നു. പിന്നെ മുല്ലപ്പൂവൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. അതായത് UAEയിൽ മുല്ലപ്പൂവ് കിട്ടും, ചന്ദനത്തിരിയൊക്കെ കിട്ടും എന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നിട്ടാട്ടോ. കാരണം ഇവിടെ നമുക്കൊരു പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോസും മയിൽപ്പീലി അതൊക്കെ ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റക്സിൻ്റെ പൊട്ട്, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ മനസ്സിലായി, ഓക്കെ ഇതൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളത്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഈവനിങ്ങിൽ പോകണം. ഇപ്പം നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് പകലായിരുന്നു. പകലും എനിക്ക് തോന്നുന്നു 10:30 തുടങ്ങിയിട്ട് 11 മണി വരേക്ക് ഓപ്പണിംഗ് ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒരു ചെറിയൊരു വഴി കാണാം. അതിലൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിലെത്തും. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. അങ്ങറ്റത്ത് കണ്ടോ കുറേ ബോട്ട് സർവീസൊക്കെ. ഇതാണ് അബ്ര എന്ന് പറയുന്നത്. ഒരു 1 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്താണ് ദേറ, അതുപോലെ ഗോൾഡ് സൂക്കൊക്കെ ഉള്ളത് അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു 1 ദിർഹം കൊടുത്താൽ ഇപ്പുറത്തേക്ക് കടക്കാം. ജസ്റ്റ് അതൊന്നും ഇങ്ങോട്ട് കിടക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആയതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, പിന്നെ അത്തറിൻ്റെ, സ്പൈസസ്, ലൈറ്റ്, ടർക്കിഷ് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അമ്പലത്തിൽ കയറാനല്ലെങ്കിലും ഈ ഒരു ഭാഗം കാണാനൊക്കെ ഒരു നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിലൂടെ പോകുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കാരണം ഈ സ്പൈസസിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ അവർ കുന്തിരിക്കാൻ പുകച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് അവിടെ നന്നായിട്ടുണ്ട്. രാവിലെയൊക്കെ പോകുമ്പോഴും അതുപോലെ. രാവിലെ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക, കുറേ മുല്ലപ്പൂവിൻ്റെ ഒക്കെ സ്മെല്ലും പിന്നെ കുന്തിരിക്കം കത്തിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്മെല്ലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണത്. പക്ഷേ അമ്പലം എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് മാത്രം. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. പക്ഷെ നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു ഫീലൊക്കെ കിട്ടും. ഇങ്ങനെ സ്മെല്ലുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. എനിക്ക് എത്രത്തോളം അത് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലും പിന്നെ അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ മൊബൈൽ ഷോപ്പുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ സമയം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നൊരു ടൈമായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയതും അത്യാവശ്യം മഴ അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11:30 കൂടിയിട്ട് 11:30-12 മണിയോടെ കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇങ്ങനത്തെ കുറേ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അബായ ഷോപ്പുകളുണ്ട്. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ റെസ്റ്റോറൻറ്റുകൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ടീ ഷോപ്പുകളായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിലോട്ടും പിന്നെ ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗവും അവിടെയൊക്കെ കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ബോട്ട് സർവീസ് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് 1 ദിർഹത്തിന് നമുക്ക് വരാൻ പറ്റും. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മുഴുവൻ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. ദുബായിലുള്ളവർ എന്തായാലും വന്നിട്ടുണ്ടാവണം ഈ അമ്പലത്തിൽ. അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.